ബോയ് കിൽസ് വേൾഡ് ഒരു അൾട്രാ വയലൻസ് ആക്ഷൻ ചിത്രമാണ്. ഡൈസ്റ്റോപ്പിയൻ സിറ്റി ഭരിക്കുന്ന വാണ്ടർകോയ് ഫാമിലിയിലെ ഹിൽഡ എന്ന ഏകാധിപതിയെ കൊല്ലാൻ നടക്കുന്ന ബോയ് എന്ന പയ്യൻ. ഹിൽഡ എല്ലാ വർഷവും ഒരു ദിവസം തന്നെ രഹസ്യമായി എതിർക്കുന്ന 12 പേരെ കൊല്ലും. അത് ടെലിവിഷനിലൂടെ ലൈവായി കാണിക്കുകയും ചെയ്യും. ആളുകളെ പീഡിപ്പിച്ചു നിർത്തുക എന്നതാണ് ഉദ്ദേശം. ബോയ് എന്ന പയ്യനും അവൻ്റെ അമ്മയും സഹോദരിയും സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. അവർ ഒരുമിച്ച് പുറത്ത് ജോളി അടിച്ച് കറങ്ങി നടക്കും, TV സീരിയലുകൾ കാണും, ഒഴിവു സമയങ്ങളിൽ ആർക്കേഡ് ഗെയിമുകളും കളിക്കും. കൊച്ചുകുട്ടികൾ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ഓരോ സ്വപ്നങ്ങൾ കാണും. ഒരു ബാങ്ക് കൊള്ളയടിച്ച് ആ നാട്ടിൽ നിന്നും രക്ഷപ്പെടാം എന്നൊക്കെ ചിന്തിക്കും. ഹിൽഡയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പോയി കൈവച്ച് ഓരോ ആക്ഷനുകളും പോക്കറുകളും ഒക്കെ കാണിക്കും. അവരുടെ അമ്മയും ഹിൽഡയ്ക്കെതിരെയാണെന്ന് മനസ്സിലാക്കുകയും എല്ലാവരെയും കേളിംഗ് ഡേയിൽ കൊണ്ടുവരികയും അവൻ്റെ അമ്മയും സഹോദരി മിനയും കൊല്ലുകയും ചെയ്യുന്നു. അവനെ അവർ ഒരു കാട്ടിൽ അവശനിലയിൽ ഉപേക്ഷിക്കുന്നു. അവനെ ആ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഷാമാൻ എന്ന വ്യക്തിയാണ് അവനെ രക്ഷപ്പെടുത്തുന്നത്. ഷാമാൻ അവനെ പച്ചിലകളും ബ്ലാക്ക് മാജിക്കുകളും നടത്തി ട്രീറ്റ് ചെയ്യുന്നു. എന്നാൽ അവൻ്റെ സംസാരശേഷിയും കേൾവിയും പൂർണ്ണമായി നഷ്ടപ്പെടും. രമണൻ പറയുന്ന പോലെ അവൻ ബധിരനും മൂകനുമാണ്. അവൻ്റെ ശബ്ദം എങ്ങനെയാണെന്ന് പോലും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അവൻ ചിന്തിക്കുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അവനും മിനയും കളിക്കാറുള്ള ഗെയിമിലെ ശബ്ദത്തിലൂടെയാണ്. അവൻ്റെ നഷ്ടത്തിന് പ്രതികാരം ചെയ്യാൻ ഷാമാൻ അവനെ പരിശീലിപ്പിക്കുകയാണ്. കഠിന മുറകളിലൂടെയാണ് പരിശീലനം കടന്നു പോകുന്നത്. അതിൽ മാർഷ്യൽ ആർട്സ് ഉണ്ട്, ഭാരമുള്ള വസ്തുക്കൾ വലിച്ചു കെട്ടി പോകുന്നുണ്ട്, തോക്കുപയോഗിച്ചുള്ള വെപ്പൺ ട്രെയിനിങ്ങും നൽകുന്നുണ്ട്. മണ്ണിൽ കുഴിച്ചിടുകയും ചെറിയ ഒരു പൈപ്പ് രൂപത്തിൽ ശ്വസിക്കാനായി ഒരു മുള നൽകുകയും ചെയ്യുന്നുണ്ട്. അവൻ കുഴിയിൽ നിന്നും എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ ഷാമാൻ വഴക്ക് പറയുകയും വീണ്ടും കുഴിച്ചു മൂടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ട്രെയിനിങ് ആണ് ഷാമാൻ അക്കാഡമിയിലൂടെ നൽകുന്നത്. അവൻ്റെ കാട്ടിലെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വണ്ടുകളൊക്കെയാണ്. യാബയും അൽഫോൻസും ബീറ്റിൽ ഫൈറ്റ് ക്ലബിലെ ചാമ്പ്യന്മാരാണവർ. ഷാമാൻ നടന്നു പോകുമ്പോൾ അവർ ഡെഡായി പോകുന്നു. ബോയ് അതോടെ സാഡാവുകയാണ്. ഷാമാൻ പറയുന്നത് പോരാളികൾക്ക് ഫ്രണ്ട്സിൻ്റെ ആവശ്യമില്ല, അതുപോലെ ആഹാരത്തിൻ്റെ. ഷാമാൻ നല്ലതുപോലെ ആഹാരം കഴിക്കുകയും അവന് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. ഷാമോനോട് അവന് ദേഷ്യമുണ്ടാകുന്നു. ചില രാത്രികളിൽ ഷാമോൻ അവനെ ഹാലുസിനേറ്റ് ചെയ്ത് പഴയ ഓർമ്മകളിലൂടെ കൊണ്ടുപോവുകയും പ്രതികാരം ഇരട്ടിപ്പിക്കുകയും ചെയ്യും. അവൻ ഇടയ്ക്കിടെ മിനയെ തൻ്റെ കൂടെ കാണുകയും അവളോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്ക് അവൻ ക്യാബേജ് വിൽക്കാനായി മാർക്കറ്റിലേക്ക് പോകും. ആളുകളെ നിരീക്ഷിക്കാനും അവരുടെ ലിപ് മൂവ്മെൻറ്റ് മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. ആരെങ്കിലും എപ്പോഴെങ്കിലും അവനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഒരു പേപ്പറിൽ തൻ്റെ സാഹചര്യം കാണിക്കും. അവൻ്റെ ഉപബോധ മനസ്സിൽ അവൻ മിനയെ കാണുകയും അത് അവനിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ബോയ് ഒരു ചെറുപ്പക്കാരനായി. ഇനി കല്യാണം കഴിക്കാൻ പോകുകയൊന്നുമല്ല, അവൻ്റെ പരിശീലനത്തിൻ്റെ കാഠിന്യം കൂടുകയാണ്. അവൻ ഒരിക്കൽ ഷാമാനുമായി പ്രാക്ടീസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഷാമോനെ ലോക്ക് ചെയ്ത് തോൽപ്പിക്കാനായി ശ്രമിച്ചപ്പോൾ വീണ്ടും മിന ഡിസ്ട്രാക്ഷനായി വന്നു. ഷാമാൻ അവനെ വീഴ്ത്തുകയും നീ റെഡിയായിട്ടില്ല എന്നും പറഞ്ഞു. മിനയുടെ സാന്നിധ്യം ഒഴിയാൻ അവൻ ധ്യാനിക്കുകയും യോഗ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. നോ രക്ഷ. അടുത്ത പ്രാവശ്യം അവൻ ടൗണിൽ പോയപ്പോൾ അവൻ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. അവൾ അവനൊരു പൂവ് സമ്മാനിക്കുകയും കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. അവരുടെ പ്രണയം മുട്ടിടുന്നതിന് മുൻപ് തന്നെ വാണ്ടർകോയ് ഫാമിലിയിലെ ഗ്ലെന്നും പട്ടാളക്കാരും എത്തിക്കഴിഞ്ഞു. 12 പേരെ വിളിച്ച് കേളിങ്ങിന് കൊണ്ടുപോകാൻ റെഡിയാക്കി. ഗ്ലെൻ അതിലൊരു പാവപ്പെട്ട ഫാമിലിയെ ഹരാസ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് കണ്ട ആൾക്കൂട്ടത്തിലെ ഒരു പെൺകുട്ടി പ്രതിഷേധിച്ചു. അവൾ വാണ്ടർകോയ് ഫാമിലിയെ ഗ്ലെന്നെ അപമാനിച്ചു. ഗ്ലെൻ അവളെ ഷൂട്ട് ചെയ്തു. ഇത് കണ്ട് ആളുകൾ വയലൻ്റ് ആവുകയും അപ്പോൾ തന്നെ വാണ്ടർകോയ് ഫാമിലിയിലെ മറ്റൊരു മെമ്പർ ജിഡിയോൺ അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ആൾക്കൂട്ടത്തിലൊരുത്തൻ ഗ്ലെന്നിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പട്ടാള അംഗരക്ഷകരിലെ ജൂൺ 27 അയാളുടെ കൈ വെട്ടിമാറ്റുന്നു. ജൂൺ 27 ഹെൽമറ്റിൽ പല വേഡ്സുകൾ കാണിക്കുന്നുണ്ട്. അവൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാവാം. അവൾ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നു. ഈ സമയം ബോയ്ക്ക് പഴയ ഓർമ്മകൾ വരുന്നു. അവൻ കൂട്ടത്തിലേക്ക് എടുത്തു ചാടാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഷാമാൻ അവനെ വിലക്കുകയാണ്. നീ റെഡിയായിട്ടില്ല എന്ന് ഉപദേശിക്കുന്നു. ഈ സമയത്ത് ഗ്ലെൻ ജൂൺ 27 വഴക്ക് പറയുന്നുണ്ട്. കേളിങ്ങിന് കൊണ്ടുപോകാൻ തയ്യാറാക്കിയ 12 പേരിൽ 6 പേരെ കൊന്നുകളഞ്ഞു. അത് കുട്ടികളെയും കൊണ്ടുപോകാൻ ജൂൺ 27 ഗ്ലെന്നിനെ അനുവദിച്ചില്ല. ഈ സമയം ഷാമാനെ ധിക്കരിച്ച് ബോയ് ഓടുന്നു. വീടുകളുടെ റൂഫ് ടോപ്പിലൂടെ ഓടിച്ചെന്ന് ട്രാഫിക്കിൽ ബ്ലോക്കായി കിടക്കുന്ന അവരുടെ കാറിൻ്റെ ഡിക്കിയിൽ ഒരു ഡെഡ് ബോഡിക്കൊപ്പം കയറിപ്പോകുന്നു. ബോയിയും ഡെഡ് ബോഡി ആകാതിരുന്ന ഭാഗ്യം. അവർ ഒരു വെയർഹൗസിൽ ചെല്ലുന്നു. അവിടെ വാണ്ടർകോയ് ഫാമിലിയിലെ മറ്റൊരു അവതാരം മെലാനിയെ കാണുന്നു. അവൾ ഗ്ലെന്നിനോട് ആക്രോശിക്കുകയാണ്. 12 പേരെ പിടിക്കാൻ പോയ നിനക്ക് 6 പേരെ കിട്ടിയുള്ളൂ. അവൾ ജിഡിയോടിനോട് തെരുവിൽ നിന്ന് 6 പേരെ കൂടി കൊണ്ടുവന്നു പരിപാടി സെറ്റാക്കാൻ പറയുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ ഉപബോധ മനസ്സിൽ മിനെ അടുത്തു വരികയും അവളോട് ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവൻ ശത്രുവിനെ നോക്കിയപ്പോൾ അവർ ഏത് വഴിക്ക് പോയെന്ന് അറിയാൻ പറ്റിയില്ല. അവൻ മെല്ലെ വെയർഹൗസിലൂടെ ആരും കാണാൻ നടന്നു. മിന ഇവൻ്റെ മുൻപിൽ കൂടി പോയി. അവൾ റിയൽ അല്ല എന്നും മനസ്സിനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. പെട്ടെന്ന് മിന ആളുകളുടെ അടുത്തേക്ക് പോകുന്നതായി ബോയ്ക്ക് തോന്നുകയും അവളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവനെ ഗ്ലെൻ കാണുകയും ചെയ്യുന്നു. അവൻ ആരാണ്? അവനെ പിടിക്കാൻ ഗാർഡ്സിനോട് പറയുന്നു. ബോയ് ഓട്ടം. മിനയെ അവനൊരു ലോക്കറിൽ അടയ്ക്കുകയും അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു.
പെട്ടെന്ന് ഷാമോൻ പഠിപ്പിച്ചത് അവൻ്റെ മനസ്സിലെത്തി. നീയാണ് ആയുധം, നിനക്ക് ആയുധം ആവശ്യമില്ല. പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു. ഇടിയോടിടി, കൈവച്ചും കാലുവെച്ചും അവൻ്റെ പഞ്ച് കിട്ടിയ ഗാഡ്സ് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ വീണു. ഫസ്റ്റ് ഫൈറ്റ് തന്നെ ഒരു നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഗാഡ്സ് ഓപ്പൺ ഫയർ തുടങ്ങിയപ്പോൾ അവരുടെ അടിമയായ ബാഷോ അവനെ ഒരു തോക്ക് നൽകി സഹായിക്കുന്നു. പക്ഷെ അതിൽ ഉണ്ടയില്ലായിരുന്നു. അവൻ അവിടെ നിന്നും വേറൊരു തോക്കെടുത്ത് വെടിവെക്കുന്നു. ഇതിനിടയിൽ ബാഷോ പറയുന്നുണ്ട് അവനെ ഫ്രീ ആക്കിയാൽ ഹിൽഡയെ കൊല്ലാൻ അവൻ സഹായിക്കാമെന്ന്. ബോയ് അവൻ്റെ ചെയിൻ ഷൂട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഫ്രീ ആക്കുന്നു. വീണ്ടും അവർ ഓപ്പൺ പ്ലേസിൽ ഫൈറ്റ് നടത്തുന്നു. അതിലൊരു സോൾജിയർ ബോയിയെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു. നല്ലൊരു എതിരാളിയെ നിലനിൽക്കുന്നു. ഈ സമയമൊക്കെ അവൻ കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരുന്ന ആർക്കേഡ് ഗെയിംസിൻ്റെ സൗണ്ടുകളിലൂടെ അവൻ ചിന്തിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നു. അവസാനം ഒരു മെഷീനിൽ ലാസ്റ്റ് സോൾജിയറിൻ്റെ കൈയും സ്ട്രക്കാക്കി വെച്ച് അവനെയും തട്ടുന്നു. ഈ സമയം ഒളിച്ചിരുന്ന ബാഷോ പുറത്തു വരികയും ആനന്ദ നൃത്തമാടുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് ഗ്ലെൻ ഇവർക്ക് നേരെ ഫയർ ചെയ്യുന്നത്. ബാഷോ പെട്ടെന്ന് തന്നെ ഗ്ലെന്നിൻ്റെ കാലിൽ വെടിവെച്ചിടുന്നു. ബോയ് ഗ്ലെന്നിനെ കൊല്ലാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. ബാഷോ ഗ്ലെന്നിനെ കൊല്ലേണ്ട നമുക്ക് വിവരങ്ങൾ കിട്ടാൻ സഹായകരമാണെന്ന് ബോയിയോട് പറയുന്നു. ഇത് കേൾക്കേണ്ട താമസം. മരണഭയത്താൽ ഗ്ലെൻ കാര്യങ്ങൾ ഞാൻ പറയാം. കേളിംഗ് നടത്തുന്നതിന് മുൻപ് ഹിൽഡെ ഒരു പാർട്ടി അവളുടെ ഒരു വലിയ പ്രോപ്പർട്ടിയിൽ രഹസ്യമായി നടത്താറുണ്ടെന്ന് പറയുന്നു. ആ സമയം ഗ്ലെന്നിനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ അറിയാൻ ഭാരമുള്ള ഒരു ബെഞ്ച് ബേസ് അവൻ്റെ തലയ്ക്ക് മുകളിൽ ബാഷോ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലെൻ കൂടുതൽ സഹായങ്ങൾ ചെയ്യാം, അവളുടെ രഹസ്യ പ്രോപ്പർട്ടിയിൽ എത്തിക്കാം എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ബാഷയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബെഞ്ച് ബേസ് ഗ്ലെന്നിൻ്റെ മേലിലേക്ക് പതിച്ചു. പിന്നെ പറയേണ്ടതില്ലല്ലോ, ഭാരക്കൂടുതൽ കാരണം അബദ്ധത്തിൽ വീണതാണെന്ന് ബാഷോ പറഞ്ഞു. അവർ രണ്ടുപേരും വെയർഹൗസിൽ നിന്നും പോകുമ്പോൾ ഒരു നിഴൽ ശ്രദ്ധിക്കുന്നതായി ബോയ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവൻ ബാഷോയെ പിന്തുടർന്നു ബാഷോയുടെ രഹസ്യ താവളത്തിൽ എത്തുന്നു. അവിടെ ബോയിയെ ഒരാൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ബാഷോ തടയുകയും ചെയ്യുന്നു. ബോയ് അവരുടെ സൈഡാണെന്ന് പറയുന്നു. ബെന്നി എന്നാണ് അവൻ്റെ പേര്. ബാഷയുടെ ഗ്യാങ്ങിലെ എല്ലാവരും കൊല്ലപ്പെട്ടതായും ബെന്നി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടതായും പറയുന്നു. ബാഷയുടെ ഗേൾഫ്രണ്ട് മരിച്ചതായി അറിയുന്നതോടെ ബാഷോ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്നു. ബെന്നിയുടെ ലിപ് മൂവ്മെൻറ്റ്സിലൂടെ ബോയ്ക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ബാഷോയെ ബോയ് ആശ്വസിപ്പിക്കുന്നു. മിനയുടെ പാർട്ടി നടക്കുന്ന പ്രോപ്പർട്ടിയിൽ പോകാൻ പ്ലാൻ ഇടുന്നു. അപ്പോഴും മിനയുടെ സാന്നിധ്യം അവനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ബാഷോയും ബെന്നിയും ഫൈനൽ പ്ലാൻ അവതരിപ്പിക്കുന്നു. പക്ഷെ അവർ പറയുന്നത് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. മിനയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായി അവൻ ഇമാജിൻ ചെയ്യുന്നു. അവർ ഒരു വാനെടുത്ത് ആയുധങ്ങളുമായി പാർട്ടി നടക്കുന്ന ഒരു വലിയ ബംഗ്ലാവിലേക്ക് പോകുന്നു. അവർ ആ ബംഗ്ലാവിൻ്റെ അടുത്ത് ചെല്ലുകയും ഗാർഡ്സിനെ വീഴ്ത്തുകയും അതിൽ ഭക്ഷണം നൽകുന്ന കൂട്ടത്തിൽ ഒരാളായി ബോയ് മാറുകയും ചെയ്യുന്നു. അവൻ ഒരു ഷെഫ് ചെയ്യുന്ന എന്താണെന്ന് പോലും അറിയാൻ കഴിയാതെ ആ ബംഗ്ലാവിൽ പൊട്ടം കളിച്ച് നിൽക്കുമ്പോൾ മിന വരികയും ബിസ്ക്കറ്റ് ടൈപ്പ് മാക്രോൺ എന്ന സ്വീറ്റ് കഴിച്ചു നോക്കാനും പറയുന്നു. രുചി ഇഷ്ടപ്പെട്ട അവൻ അത് ഫുള്ളായി കഴിക്കുന്നു. ബാഷോ ഇത് കാണുകയും അവിടെ നിന്ന് മാറാൻ രഹസ്യമായി സിഗ്നൽ നൽകുന്നു. അവൻ എന്തിനാണ് അവിടെ വന്നതെന്നും ദൗത്യം പൂർത്തിയാക്കണമെന്നും മനസ്സിലാക്കി. ഹിൽഡയും ഫാമിലിയും ഭക്ഷണം കഴിക്കാൻ പോകുന്നതായി ബോയ് കണ്ടു. അവൻ അടുക്കള വഴി ഡൈനിങ് ഹാളിലേക്ക് പോകാം എന്ന് കരുതി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ അന്ന് ആളുകൾ അവനെ സംശയിക്കുകയും അവർ തമ്മിൽ ഫൈറ്റ് ആരംഭിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും വെട്ടിനിർത്തി ഒരു കത്തിയുമായി ഡൈനിങ് ഹാളിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ഗാർഡ്സിനെ വീഴ്ത്തിക്കൊണ്ട് ഹിൽഡയുടെ തല അറുത്തു മാറ്റുന്നു. എന്നിട്ടൊരു കൊച്ചുകുട്ടിയെപ്പോലെ തുള്ളിച്ചാടുകയാണ്. പിന്നീടാണ് അവൻ മനസ്സിലാക്കിയത് അത് ഹിൽഡയല്ലെന്ന്. പെട്ടെന്ന് തന്നെ ഗിഡിയോൺ ഗാർഡ്സുമായി എത്തിയിട്ട് ബോയോട് ഇവരെല്ലാം ആക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. എല്ലാ വർഷവും ഇതുപോലൊക്കെ ആരെയും വരും, അവരെ പിടിക്കാൻ വേണ്ടിയ ഈ ഡ്രാമയെന്നും പറഞ്ഞു. ബോയ് ഇതിനിടയ്ക്ക് ചാടി ജിഡിയോണിനെ ഹോസ്റ്റേജാക്കി നിർത്തുന്നു. നിർഭാഗ്യവശാൽ ജൂൺ 27 അവനെ ആക്രമിക്കുന്നു. പിന്നീട് നടന്ന റൂമിൽ സംഘട്ടനമായിരുന്നു. കയ്യിൽ കിട്ടിയതെല്ലാം ഉപയോഗിച്ച് ആക്രമിച്ചു. ജൂൺ 27 ഹെൽമറ്റ് അവൻ തെറിപ്പിക്കുന്നു. വീണ്ടും മിന വരികയും ജൂൺ 27 സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞു അവൻ്റെ ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. ജൂൺ 27 അവനെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി. വീണ്ടും ഉപബോധ മനസ്സിൽ പഴയ ഓർമ്മകൾ എത്തുന്നു. അവൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും കൊലപാതകം, കൂടാതെ അവനെ ഒരു മരത്തിൽ തൂക്കിക്കൊല്ലാനായി ഇടുകയും ഷാമാൻ കടലിൽ നിന്ന് രക്ഷിച്ചതും അവർ ഒരു കാട്ടിലെത്തുകയും ഷാമാൻ ട്രെയിനിങ് നൽകുന്നതും അവൻ്റെ മനസ്സിലേക്കെത്തി. അവൻ കണ്ണു തുറന്നപ്പോൾ ജൂൺ 27 തൻ്റെ മുന്നിൽ നിൽക്കുന്നു. അവൾ അവനെ അടിക്കുകയും ഷാമാൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. അവൻ അവളെ പുച്ഛിക്കുകയും ഒരു ചെറിയ ആക്സ് അവൾ അവൻ്റെ തലയ്ക്ക് നേരെ വലിച്ചെറിയുകയും ചെയ്യുന്നു. ജിഡിയോൺ ഈ സമയം വരികയും അവളോട് പൊയ്ക്കൊള്ളാനും പുള്ളി അവനെ കൈകാര്യം ചെയ്യാമെന്നും പറയുന്നു. ജിഡിയോൺ അവനൊരു സിഗരറ്റ് ഓഫർ ചെയ്യുന്നു. അവൻ അത് തിന്നുന്നു. ജിഡിയോൺ അവനോടായി പറഞ്ഞു, എല്ലാം മടുത്തു, കേളിങ്ങും ആളുകളെ ടോർച്ചർ ചെയ്യുന്നതുമല്ല. ഹിൽഡ വർഷങ്ങളായി ഒരു ബംഗറിലാണെന്നും അവളെ അത് കൂടുതൽ കൊലയാളി മാനസിക നില തെറ്റിയ അവസ്ഥയിലുമാക്കിയതായും പറയുന്നു. ജിഡിയോൺ അറിയാം അവർ കൊല്ലുന്നത് ശത്രുക്കളെയല്ല, നിഷ്കളങ്കരായ ആളുകളെയാണെന്നും ജിഡിയോണിനെല്ലാം നിർത്താൻ ആഗ്രഹമുണ്ട്. ഒരു കണ്ടീഷൻ മുമ്പോട്ട് വെച്ചു, ഷാമാൻ എവിടെയുണ്ടെന്ന് പറയണം. അവൻ സഹകരിക്കുവാൻ തയ്യാറാവാത്തതിൽ ജിഡിയോൺ അവനെ അടിക്കുന്നു. ആ സമയം മെലാനി കടന്നു വരികയും അവൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ ഷോയുടെ മെയിൻ അട്രാക്ഷൻ നീയാണെന്നും ഇവനെ കൊണ്ടുവരാൻ ഓർഡറുമിട്ടു. അവൻ്റെ കഴുത്തിൽ ഒരു ഷോക്കാളർ ഘടിപ്പിച്ചു സ്റ്റേജിൽ നിർത്തിയിട്ടുണ്ട്. അവൻ്റെ ഉപബോധ മനസ്സിൽ മിനയോട് ചോദിച്ചു, ജൂൺ 27 കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മിന എന്താ സമ്മതിക്കാഞ്ഞതെന്ന്. അവൾക്കറിയില്ലെന്ന് പറഞ്ഞു. ഷോ ആരംഭിച്ചു. ഹിൽഡ ആ വേദിയിലേക്ക് രാജകീയമായി വന്നു. അവൾ പറയേണ്ട കാര്യങ്ങളെല്ലാം സ്റ്റുഡിയോ വഴി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ അതെല്ലാം തെറ്റിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. സ്റ്റേജിലെ ഒരു കോണിലേക്ക് നോക്കിയായിരുന്നു സംസാരിച്ചത്. ഒരു നിഴൽ ആൾക്കൂട്ടത്തിൽ കണ്ടതും തോക്കെടുത്ത് ഫയർ ചെയ്യാൻ ശ്രമിച്ചു.
മെലാനി ഗാർഡ്സിനെ വിട്ടു. ഹിൽഡയെ അവിടെ നിന്നും മാറ്റി. ആ സമയത്ത് ജിഡിയോൺ ബോയിയുടെ പോക്കറ്റിൽ വെച്ച കത്തി അവന് ഓർമ്മ വന്നു. അവൻ അതെടുത്ത് കയർ കട്ട് ചെയ്യാൻ തുടങ്ങി. ഈ സമയം മെലാനിയുടെ അനൗൺസ്മെന്റ് എത്തി. ഈ വർഷത്തെ കേളിംഗ് തീം ഒരു മഞ്ഞ് പുതച്ച വണ്ടർലാൻഡ് ആണെന്നും അതിൽ TV കഥാപാത്രങ്ങളും പൈശാചികരായ കുട്ടിച്ചാത്തന്മാരും കാണുന്നതായിരിക്കും. ഷോ ആരംഭിച്ചു. 12 പേരെയും കൊണ്ടുവന്നു. കുട്ടിച്ചാത്തന്മാരും മറ്റ് കഥാപാത്രങ്ങളും അവരെ ആക്രമിച്ചു, വളരെ ക്രൂരമായി. ഈ സമയം ഒരു കുട്ടിച്ചാത്തൻ ബോയിയെ ആക്രമിക്കാൻ വന്നു. കാലുകൾ കൊണ്ട് ബോയി അവനെ കീഴ്പ്പെടുത്തി. അവൻ റോപ്പ് കട്ട് ചെയ്യുകയും മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ മെലാനി അവൻ്റെ കോളറിൽ കൂടി ഷോക്ക് കടത്തിവിട്ടു. അവനെ വീഴ്ത്തി. കുട്ടിച്ചാത്തന്മാർ എല്ലാം കൂടി അവനെ പിടിച്ചു പൊക്കി കൊല്ലാനായി കൊണ്ടുവച്ചു. ആടുമനുഷ്യൻ ഒരു ചുറ്റികയുമായി ബോയിയുടെ തല അടിച്ചു പൊളിക്കാനായി എത്തി. ആടുമനുഷ്യൻ ബോയിയെ പിടിച്ചു വെച്ചിരുന്ന എല്ലാവരെയും അടിച്ചു വീഴ്ത്തി ബോയിയെ രക്ഷപ്പെടുത്തി. ആ ആടുമനുഷ്യൻ ബാഷോ ആയിരുന്നു. എവിടായിരുന്നു ഇത്ര നേരം എന്നാണ് നമ്മൾ ആലോചിച്ചത്. ബാഷോ അവിടെ എത്തിയത് എങ്ങനെയെന്ന് പറയുന്നു. ഗാർഡുകളെ പറ്റിച്ചും വളരെ തന്ത്രപരമായും ഈ ആടുമനുഷ്യൻ കൈക്കലാക്കുന്നത് വിശദീകരിച്ചു. ബെന്നി ഈ സമയം കടന്നു വരികയും ഓപ്പൺ ഫയർ സ്റ്റാർട്ട് ചെയ്യുന്നു. ജനങ്ങൾ വളരെ പാനിക്കാകുന്നു. മെലാനിക്ക് എന്ത് വേണമെന്നറിയാൻ വേഗം നട്ടം തിരിയുകയും ജിഡിയോൺ അടുത്തിരുന്ന് പരിഹാസത്തോടെ ചിരിക്കുന്നു. ജനങ്ങൾ ഇറങ്ങി ഓടുന്നു. ബെന്നിയുടെ വെടിവെപ്പും ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. അവർ 3 പേരും കൂടി ഒരുമിച്ച് ശത്രുക്കളെ കീഴടക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഈ സമയം ജിഡിയോൺ സ്കൂട്ടാകാനുള്ള ശ്രമം നടത്തിയപ്പോൾ മെലാനി തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തി. ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഈ സമയം ബോയിയും ടീമും എല്ലാവരും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇടിച്ചരണ്ട മിന അവൻ്റെ അടുത്തേക്ക് കടന്നു വരികയും മെലാനി ബോയിയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ബെന്നി കാണുകയും ബെന്നി ബോയിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ബെന്നിക്ക് വെടിയേൽക്കുകയും ചെയ്യുന്നു. പക്ഷേ മെലാനിക്കെതിരെ വെടിതുർത്തു. മെലാനി രക്ഷപ്പെട്ടു മാറി. ബെന്നി ബോയിയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിച്ചു. മെലാനി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ബോയിയെ ഷൂട്ട് ചെയ്തു. പൈനാപ്പിളിൽ ഒരു രൂപം വെച്ച് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ബോയി മെലാനിക്ക് നേരെ പാഞ്ഞെടുത്തു. അവളെ പിടിച്ചൊരു കസേരയിലെടുത്ത് ക്യാമറ എടുത്ത് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായി കാണിക്കുന്നു. പെട്ടെന്ന് തന്നെ ക്യാമറയിൽ കൂടി ആളുകൾക്ക് അവളെ കൊല്ലുന്നതായും കാണാം. ഭാഷയെ തീർത്തും അവശ്യ നിലയിൽ കാണാം. അമ്മാതിരിയിലെ നടത്തിയത്. അവർ അവിടെ നിന്നും പുറത്തു കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. കൂടുതൽ ഗാർഡ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മുന്നേറി. ഓരോരുത്തരെ കൊല്ലുമ്പോഴും അവൻ്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള റിവഞ്ച് മനസ്സിലേക്ക് കയറി വന്നു. അത് ഒരു ഇന്ധനമാക്കിക്കൊണ്ട് അവൻ മുന്നേറി. അടി കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി അവസാനം. ഭാഷ അവനോട് ഹിൽഡയെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പോകുന്ന വഴിയിൽ ജിഡിയോണിനെ അവശ്യ നിലയിൽ കണ്ടു. മെലാനി ഷൂട്ട് ചെയ്തതായിരുന്നു ജിഡിയോണിനെ. ജിഡിയോൺ ഹിൽഡയുടെ ബങ്കർ ആക്സസ് ചെയ്യാനുള്ള കാർഡ് കൊടുത്തു. ബോയ് എന്നിരുന്നാൽ തന്നെയും ജിഡിയോണിനെ കൊല്ലാൻ റെഡിയായി. അപ്പോൾ വീണ്ടും മിനയുടെ രൂപം വന്നു. നമ്മളെ സഹായിച്ച വ്യക്തിയെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ബോയ് ദേഷ്യത്തോടെ മിനയോട് എൻ്റെ സഹോദരി മരിച്ചു, നിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു. ജിഡിയോണിൻ്റെ തല അറക്കുന്നു. അതോടെ മിനയുടെ രൂപം മറയുന്നു. ബോയ് പിന്നീട് ഒരു ലിഫ്റ്റിൽ കയറുകയും അതിൽ ഹിൽഡയുടെ രൂപം തെളിയുന്നു. നീ ഒരു കാര്യത്തിനും വേണ്ടി അല്ലാതെ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആക്രോശിച്ചിരിക്കുന്നു. ബോയ് തൻ്റെ കയ്യിലുള്ള മിനയുടെ ഡ്രോയിങ് ഉയർത്തി കാണിക്കുന്നു. എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ഇത് താൻ ചെയ്യുന്നു എന്നുള്ള മറുപടിയായിരുന്നു. ഡ്രോയിങ് കണ്ടെന്നും പെട്ടെന്ന് ഹിൽഡ ഞെട്ടി കോൾ കട്ട് ചെയ്യുന്നു. അവൻ ലിഫ്റ്റിൽ ആ താഴത്തെ നിലയിൽ എത്തിച്ചേരുന്നു. ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ഫയർ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഗാർഡ്സ് ആരും ഷൂട്ട് ചെയ്തില്ല. ജൂൺ 27 വന്നു അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവർ വലിയൊരു ഹാളിൽ എത്തിച്ചേരുന്നു. അവിടെ ഒരു ഫോട്ടോയിൽ ബോയ് തന്നെയും സഹോദരി മീനയും കാണുന്നു. ഹിൽഡ വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലായില്ല ഉണ്ണിയെ എന്ന് പറയുന്നു. ട്വിസ്റ്റ് മനസ്സിലായി കാണുമല്ലോ. മിനയും ബോയും ഹിൽഡയുടെ മക്കളായിരുന്നു. ഹിൽഡ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ബോയ് തൻ്റെ മെമ്മറിയിൽ അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവൻ അന്ന് കേളിംഗ് ഡേയിൽ ഉണ്ടായിരുന്നു, മിനയോടും ഹിൽഡയോടുമൊപ്പം. യഥാർത്ഥ കുറ്റവാളി ഷാമാനും അയാളുടെ മകനും മകളും അവൻ അമ്മയായി കരുതിയ ഷാമാൻ്റെ ഭാര്യയുമായിരുന്നു. ഹിൽഡ ബോയിയെ കൊണ്ട് അവരെ ഷൂട്ട് ചെയ്യാൻ നിർബന്ധിച്ചു. അവൻ ആ കുട്ടികളെയും ഷാമാൻ്റെ വൈഫിനെയും കൊന്നു. പെട്ടെന്ന് സമനില തെറ്റിയ പോലെ അവൻ മുകളിലേക്ക് വെടിവെച്ചു. ആ സമയം ഷാമാൻ രക്ഷപ്പെട്ടു. കുറ്റബോധം കൊണ്ട് ബോയ് അവിടെ നിന്ന് മാറി ഒരു സൈഡിൽ പോയിരുന്ന് കരയുകയായിരുന്നു. ഷാമാൻ അവനെ കാണുകയും അവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഷാമാൻ ഒരു ഐഡിയ വന്നതുപോലെ തോന്നി. ബോയിയെ ഷാമാൻ കൊണ്ടുപോവുകയും അവൻ്റെ ഓർമ്മകളെ നശിപ്പിക്കാൻ ക്രൂരമായ രീതികൾ ഉപയോഗിക്കുകയും ചെയ്തു. നാവ് മുറിച്ചെടുക്കുകയും കേൾവി നശിപ്പിക്കുകയും ചെയ്തു. ഹിൽഡയുടെ ഗവൺമെൻറ് മൂലമാണ് ഇത് സംഭവിച്ചെന്ന് ബോയിയെ പറഞ്ഞ് ഫലിപ്പിച്ചു. ഹിൽഡ ബോയിയെ തിരക്കി. പക്ഷേ ഷാമോൻ കൊന്നതാണെന്ന് അവരെല്ലാം അറിഞ്ഞത്. കൂടാതെ ബോയ് വന്ന വഴിക്ക് തട്ടിയത് ബോയിയുടെ ആൻറ്റിയും അങ്കിളുമാരും ഒക്കെ ആയിരുന്നു. ജൂൺ 27 തൻ്റെ സഹോദരി മീനയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഷോക്കിൽ അവൻ ഇരുന്നു പോയി. ബോയിയുടെ മുഖത്തൊരു ഭാവമാറ്റം വരാത്തതിൽ എന്നോടുള്ള അറ്റാച്ച്മെൻറ്റ് പോയതായി ഹിൽഡയ്ക്ക് മനസ്സിലാകുന്നു. അവനെ അവർ ചെറുതായി കവിളിൽ അടിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഹിൽഡ മിനയോട് പറഞ്ഞു, ഇത് നിന്റെ സഹോദരനല്ല, പുതിയൊരാളാണ്, ഇവനെ കൊന്നേക്കാൻ പറഞ്ഞു. മിനയ്ക്കും അങ്ങനെ തോന്നി. മിന അവനെ അടിച്ച് തറയിൽ വീഴ്ത്തി. ഒരു ആക്സ് എടുത്ത് കൊല്ലാനായി വന്നപ്പോൾ ബോയ് കൈവച്ചൊരു ആക്ഷൻ കാണിക്കുന്നു. ആ നിമിഷം മിന തരിച്ചു നിന്നു. അവർ പണ്ട് ഹിൽഡയുടെ പ്രതിമ നോക്കി കാണിക്കുന്ന അതേ ആക്ഷൻ. അവനെ കൊല്ലാൻ എന്ന് ഹിൽഡ ആക്രോശിച്ചപ്പോൾ മിന അവളുടെ നെറ്റിക്കിട്ട് തന്നെ ആക്സ് വെച്ച് കൊടുത്തു. ഇത് കണ്ട അവരുടെ അമ്മൂമ്മ മിനയെയും ബോയിയെയും കൊല്ലാൻ ഗാർഡ്സിനോട് ഓർഡർ ഇടുന്നു. പിന്നീട് അവിടെ നടന്ന ടീമായുള്ള ഫൈറ്റായിരുന്നു. മുമ്പിൽ വന്നവരെല്ലാം പപ്പടം പൊടിയുന്നത് പോലെ തകർത്ത് മുന്നേറി. ഈ സമയം എവിടുന്ന 3 പേർ വലിയ 3 വെപ്പണായി വന്നു. ഈ ആക്രമണം ഇത്തിരി കടുത്തതായിരുന്നു. ഇതിൽ മിനയ്ക്ക് പരിക്കേറ്റു. അവർ അവരെയും കൊന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ കൂടുതൽ ഗാർഡ്സ് വരികയും അവർ എക്സ്കലേറ്ററിലൂടെ രക്ഷപ്പെടുന്നു. മിന ആ സമയം അവനോട് അവൾ അവനെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എലിവേറ്റർ മറ്റൊരു ഫ്ലോറിലെത്തിയപ്പോൾ അവർ ഷാമാനെ കാണുന്നുണ്ട്. ബോയ് തൻ്റെ കോഡ് ഭാഷയിലൂടെ താൻ എല്ലാം നടത്തിയതായി പറയുന്നു. അപ്പോൾ ഷാമാൻ മിനയും കൊല്ലാൻ ആവശ്യപ്പെടുന്നു. ബോയ് ഇത് നിരാകരിച്ചു. മിന ഷാമാനെ ആക്രമിക്കുകയും ഷാമാൻ നിസാരമായി മിനയെ നേരിട്ടു. സഹോദരങ്ങൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്തു.
ഷാമാൻ രണ്ടുപേരെയും വീഴ്ത്തിക്കൊണ്ടിരുന്നു. അവർക്ക് നല്ല രീതിയിൽ പരിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മിനയുടെ ഹെൽമറ്റ് തകർക്കുകയും കയ്യിൽ നല്ല മുറിവുണ്ടാക്കുകയും ചെയ്തു. ബോയ് ഒറ്റയ്ക്ക് ഷാമാനെ നേരിടുകയും അവൻ്റെ കഴുത്തിലുള്ള മാല പൊട്ടിക്കുകയും ഷാമാനെ പൂ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിഞ്ഞു. ഷാമാന് മാല തിരിച്ചു കിട്ടുകയും അതിലൊരു കൂർത്ത അഗ്രം വെച്ച് ബോയിയുടെ കാലിൽ മുറിവുണ്ടാക്കുകയും ചെയ്തു. ബോയ് ഷാമോനെ വീഴ്ത്തുകയും ആ നെക്ലേസ് കൊണ്ട് തന്നെ തൻ്റെ ഗുരുവിൻ കഴുത്തിൽ താഴ്ത്തിറക്കി. വീണ് കിടക്കുന്ന മിനയെ അവൻ എഴുന്നേൽപ്പിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൾ അവനോട് രക്ഷപ്പെടാൻ പറഞ്ഞു. ബോയ് അവളെയും തോളെ തൂക്കി പഴയ ഗെയിമിലെ പോലെ കൂടെ ഒരു പ്ലെയർ ഉള്ളത് നല്ലതാണെന്ന് പറയുന്നു. വീണ്ടും പഴയ ഓർമ്മകൾ കാണിച്ചുകൊണ്ട് പ്ലെയർ 2 എൻറ്റേർഡ് ദ ഗെയിം എന്ന് പറഞ്ഞു സിനിമ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.